പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിൻ്റെ വചനം ഓരോ കുടുംബങ്ങളിലും രോഗികളുടെ മേലും തടസ്സങ്ങളിരിക്കുന്നവരുടെ മേലും ദുഷ്ടപീഡകളുള്ളവരുടെ മേലും വലിയ അത്ഭുതമായി അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ കുട്ടികളെയും കുടുംബാംഗങ്ങളെയും അച്ഛൻ പ്രത്യേകം ഒന്ന് അഭിവാദനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ആഹാബും ബെൻഹദാദും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആ പേരുകൾ നിങ്ങൾക്കൊന്ന് ഉറക്കെ പറയാമോ? ആഹാബും ബെൻഹദാദും. രണ്ട് രാജാക്കന്മാരുടെ പേരുകളാണത്. ആഹാബ് എന്നുള്ളത് ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ പേരാണ്. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന സിറിയ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ പേരാണ് ബെൻഹദാദ്. ഇവർ രണ്ടുപേരും അയൽക്കാരാണ്, ഒരേ സമയത്ത് ഭരണം നടത്തിക്കൊണ്ടിരുന്നവരാണ്, ആഹാബും ബെൻഹദാദും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ബെൻഹദാദ് എന്ന രാജാവിന്, സിറിയ രാജാവിന് ആഹാബിൻ്റെ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കണമെന്ന് കലശലായ ആഗ്രഹമുണ്ടായി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ച് കേൾക്കാം. സിറിയ രാജാവായ ബെൻഹദാദ് പടയൊരുക്കി 32 നാടുവാഴികൾ തങ്ങളുടെ കുതിരകളോടും രഥങ്ങളോടും കൂടെ അവന്റെ പക്ഷം ചേർന്നു. അവൻ ചെന്ന് സമറിയയെ വളഞ്ഞ് ആക്രമിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമറിയ ഇസ്രായേൽ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്.
ഇന്ത്യയുടെ തലസ്ഥാനമാണ് ന്യൂഡൽഹി. അതുപോലെ സമറിയ ഇസ്രായേൽ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ ഈ സിറിയ രാജാവ് ഇസ്രായേൽ രാജ്യത്തിൻ്റെ തലസ്ഥാനം വളഞ്ഞ് വലിയ സന്നാഹങ്ങളോടെ അത് വളഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി പദ്ധതിയിട്ട് അതിന് ചുറ്റിനും പാളയമടിച്ചു. അതിനുശേഷം ദൂതന്മാരെ ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ അടുത്തേക്ക് അയച്ചു. 2 മുതൽ 6 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവൻ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച് ഇസ്രായേൽ രാജാവായ ആഹാബിനെ അറിയിച്ചു. ബെൻഹദാദ് അറിയിക്കുന്നു, നിന്റെ വെള്ളിയും സ്വർണവും എൻ്റേതാണ്, നിന്റെ സുന്ദരികളായ ഭാര്യമാരും മക്കളും എനിക്കുള്ളതാണ്. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, പ്രഭോ, രാജാവായ അങ്ങ് പറയുന്നത് പോലെ തന്നെ ഞാനും എനിക്കുള്ളതും അങ്ങയുടേതാണ്. അവൻ്റെ ദൂതന്മാർ വന്ന് വീണ്ടും പറഞ്ഞു, ബെൻഹദാദ് അറിയിക്കുന്നു, നിന്റെ വെള്ളിയും സ്വർണവും ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നാളെ ഈ നേരത്ത് ഞാൻ എൻ്റെ സേവകന്മാരെ അയക്കും. അവർ നിന്റെ അരമനയും സേവകന്മാരുടെ വീടുകളും പരിശോധിച്ച് എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോരും. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അവിടെ നിന്ന് വാരി വലിച്ചു കൊണ്ടുവരാവുന്ന മുഴുവനും ഞാൻ എടുത്തുകൊണ്ട് വരും. എന്നെ തടയാൻ എനിക്ക് കഴിയില്ല. പറ്റുമെങ്കിൽ തടഞ്ഞോ. ഈ വിധത്തിൽ അഹങ്കാരം സംസാരിക്കുകയാണ്. ഈ സമയത്ത് ഇസ്രായേൽ രാജാവ് നിസ്സഹായനായി. എന്തു ചെയ്യും? എതിർത്ത് നിൽക്കാൻ ശക്തിയില്ല, സൈന്യമില്ല, ആളില്ല. എന്തു ചെയ്യും? അദ്ദേഹം സേവകന്മാരെയും ദേശാധിപതികളെയും ശ്രേഷ്ഠന്മാരെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി. 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അദ്ദേഹം ഒരു ആലോചന സംഘത്തെ കുറേ പേരെ വിളിച്ചുകൂട്ടി. എന്തു ചെയ്യും ഈ സമയത്ത് എന്ന് ആലോചന ചോദിക്കുകയാണ്. വായിക്കാം. അപ്പോൾ ഇസ്രായേൽ രാജാവ് എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, ഇതാ ഇവൻ നമ്മെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു. അവൻ ദൂതന്മാരെ അയച്ച് എൻ്റെ ഭാര്യമാർ, കുഞ്ഞുങ്ങൾ, വെള്ളി, സ്വർണം ഇവയെല്ലാം ആവശ്യപ്പെട്ടു. ഞാൻ എതിർത്തില്ല. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഒരു കാരണവശാലും സമ്മതിക്കരുത്, ഇവൻ നമ്മൾ കീഴ്പ്പെടരുത്, നമുക്ക് ഇവനെതിരെ യുദ്ധം ചെയ്യണം. ഈ വിധത്തിൽ ആ ശ്രേഷ്ഠന്മാരും ആലോചന സംഘവും ഈ രാജാവിൻ്റെ ഹൃദയത്തിന് ശക്തി പകർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജാവിന് ശ്രേഷ്ഠന്മാർ ധൈര്യം കൊടുക്കുകയാണ്. രാജാവ് ഒരു യുദ്ധത്തിന് തയ്യാറാവുകയാണ്. പക്ഷേ ഹൃദയം മുഴുവനും ആകുലതയാണ്, ഹൃദയം മുഴുവനും ടെൻഷനാണ്, ഹൃദയം മുഴുവനും ഭയമാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ഭയം, ആകുലത, അവ്യക്തത, മുന്നോട്ട് നീങ്ങുമ്പോൾ മുഴുവൻ ഇരുട്ട്. ഈ യുദ്ധം എന്തായി തീരും? ഇതെങ്ങനെ അവസാനിക്കും? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇങ്ങനെ എല്ലാം കൂടി മനസ്സ് കലങ്ങിയിരിക്കുന്ന സമയം. ആ സമയത്ത് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ പ്രവാചകൻ രാജാവിനെ അറിയിക്കുകയാണ്. അതാണ് തുടർന്ന് 13-ാമത്തെ തിരുലിഖിതം. അപ്പോൾ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിനെ സമീപിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ മഹാസൈന്യത്തെ നീ കണ്ടില്ലേ? അതിൻ്റെ മേൽ നിനക്ക് ഞാൻ ഇന്ന് വിജയം നൽകും. ഞാനാണ് കർത്താവ് എന്ന് നീ അറിയും. ആഹാബ് ചോദിച്ചു, ആരാണ് പൊരുതുക? പ്രവാചകൻ പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നു, ദേശാധിപതികളുടെ സേവകന്മാർ യുദ്ധം ചെയ്യട്ടെ. ആഹാബ് ചോദിച്ചു, ആരാണ് തുടങ്ങേണ്ടത്? നീ തന്നെ. പ്രവാചകൻ പ്രതിവചിച്ചു, ഇത് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം ദൈവം വെളിപ്പെടുത്തിയതാണ്. തക്ക സമയത്ത് ദൈവത്തിൻ്റെ വചനം വരികയാണ്. പ്രവാചകൻ അറിയിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതാണ്. പ്രവാചകൻ അറിയിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ മനുഷ്യൻ്റെ ചങ്ക് കലങ്ങി കിടക്കുകയാണ്. മനുഷ്യൻ്റെ ഹൃദയം സംശയം കൊണ്ടും അവ്യക്തത കൊണ്ടും ഭയം കൊണ്ടും ആകുലത കൊണ്ടും മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ദൈവം തൻ്റെ വചനം പ്രവാചകനിലൂടെ ആ രാജാവിനെ അറിയിച്ചു കൊടുക്കുകയാണ്. ആ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞു, ഇതാ ഈ മഹാസൈന്യത്തിൻ്റെ മേൽ ഞാൻ ഇന്ന് നിനക്ക് വിജയം നൽകും. ദൈവത്തിൻ്റെ ഒരു വചനമാണത്. ഉടനെ പ്രവാചകനോട് രാജാവ് ചോദിക്കുകയാണ്, ഞാനപ്പോൾ യുദ്ധത്തിന് പോകാം അല്ലേ? യുദ്ധത്തിന് പോകുമ്പോൾ ആരാണ് യുദ്ധം തുടങ്ങേണ്ടത്? എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? അദ്ദേഹം ദൈവവചനത്തിന് കീഴ്പ്പെട്ടു,
ദൈവവചനത്തെ സ്വീകരിച്ചു, വചനത്തെ അനുസരിക്കാൻ തയ്യാറായി. അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ റെഡി, ഞാൻ എങ്ങനെ ചെയ്യേണ്ടത്, ആരിലൂടെയൊക്കെ തുടങ്ങേണ്ടത്, ആരെയൊക്കെ വിളിക്കണം, എവിടെ തുടങ്ങണം, ആരാരംഭിക്കണം, ഇതൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ വീണ്ടും ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ വചനം അറിയിക്കും. നമ്മുടെ ഒരു പ്രശ്നത്തിൽ ദൈവത്തിന് ഉത്തരവുണ്ട് മക്കളെ. നമ്മുടെ ഒരു പ്രതികൂലത്തിൽ ദൈവത്തിന് ശ്രദ്ധയുമുണ്ട്. എന്നെ ദൈവം കാണുന്നുണ്ട്, എന്നെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ പ്രശ്നത്തിന്, എൻ്റെ ചോദ്യങ്ങൾക്ക് എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തെ നയിക്കാനുള്ള ഉത്തരവുമുണ്ട്. അതിന് നമ്മൾ ആദ്യം ദൈവവചനത്തെ അംഗീകരിക്കണം, ആദ്യം നമ്മൾ ദൈവവചനത്തെ സ്വീകരിക്കണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ രാജാവ് സ്വീകരിച്ചു. അപ്പോൾ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു, നീ തന്നെ യുദ്ധം തുടങ്ങി വെക്കുക, ബാക്കി കാര്യം കർത്താവേറ്റു. നീ യുദ്ധം തുടങ്ങി വെക്കുക, ദൈവം നിനക്ക് വിജയം തരും. ദൈവവചനം സ്വീകരിച്ച ആഹാബ് രാജാവ് ആ വചനം അനുസരിച്ച് തൻ്റെ സൈന്യത്തെയും തൻ്റെ ആളുകളെയും എല്ലാം അണിനിരത്തി. ഈ കാര്യം ഇതാ ബെൻഹദാദിന്റെ ദൂതന്മാർ കണ്ടു. ആ വചനം നമുക്കൊന്ന് വായിക്കാം, 16 തൊട്ട് 18 വരെ വാക്യങ്ങൾ. അവർ ഉച്ചനേരത്ത് പുറപ്പെട്ടു. അപ്പോൾ ബെൻഹദാദും അവന്റെ പക്ഷം ചേർന്ന 32 നാടുവാഴികളും കൂടാരങ്ങളിൽ മദ്യപിച്ച് ഉന്മത്തരായി കൊണ്ടിരുന്നു. ദേശാധിപതികളെ സേവകന്മാർ ആദ്യം പുറപ്പെട്ടു. കാവൽ സംഘം മടങ്ങിച്ചെന്ന് സമറിയായിൽ നിന്ന് സൈന്യം വരുന്നുണ്ടെന്ന് ബെൻഹദാദിനെ അറിയിച്ചു. അവൻ കൽപ്പിച്ചു, അവർ വരുന്നത് സമാധാനത്തിലാണെങ്കിലും യുദ്ധത്തിലാണെങ്കിലും അവരെ ജീവനോടെ പിടിക്കുവിൻ, അവരെ ജീവനോടെ പിടികൂടുവിൻ. അവനെ കൈയോടെ ജീവനോടെ പിടികൂടി അവനെ ചുട്ടരിക്കണം. ആ വിധത്തിലുള്ള ക്രൂരമായ വാക്കുകൾ പറഞ്ഞ് ഓർഡർ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പിടികൂടാൻ വേണ്ടി ബെൻഹദാദിന്റെ ആളുകൾ അങ്ങനെ ആഹാബ് രാജാവിൻ്റെ മേൽ അങ്ങനെ ചെല്ലുകയാണ്. ഈസി ആയിട്ട് ചെന്ന് പിടിച്ചോണ്ട് പോരാം. നമ്മൾ താറാവും കൂടി ചെന്ന് താറാവിനെ നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത് പോലെ വരാമെന്ന് വിചാരിച്ച് ഇവർ പുറപ്പെട്ടു ചെന്നു. 19 മുതൽ 21 വാക്യങ്ങൾ. എങ്ങനെയാണ് കർത്താവ് ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്? ദേശാധിപതികളുടെ സേവകന്മാരും അവരുടെ പിന്നിൽ സൈന്യവും നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു. ഓരോരുത്തരും തനിക്കെതിരെ വന്നവനെ വധിച്ചു. സിറിയക്കാർ പലായനം ചെയ്തു. ഇസ്രായേൽ അവരെ പിന്തുടർന്നു. സിറിയ രാജാവായ ബെൻഹദാദ് കുതിരപ്പുറത്ത് കയറി ഏതാനും കുതിരപ്പടയാളികളോടൊപ്പം രക്ഷപ്പെട്ടു. ഇസ്രായേൽ രാജാവ് പടക്കളത്തിലെത്തി കുതിരകളും രഥങ്ങളും സ്വന്തമാക്കി. സിറിയക്കാർ കൂട്ടക്കൊലയ്ക്ക് ഇരയായി. ഹല്ലേലൂയ. വലിയ ഒരു വിജയം ആഹാബ് രാജാവിന് ദൈവം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ദൈവവചനം കേൾക്കാൻ ഒരു മടുപ്പ്, ദൈവവചനത്തോടൊരു വിരക്തി. ധ്യാനം കൂടാൻ താല്പര്യമില്ല, ബൈബിൾ വായിക്കാൻ താല്പര്യമില്ല, ദേവാലയത്തിലുള്ള വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല, TV-യിലൂടെ വരുന്ന വചന ശുശ്രൂഷകൾ കേൾക്കാനും താല്പര്യമില്ല. സത്യത്തിൽ ദൈവവചനം അയക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം? എസെക്കിയേൽ പ്രവചനത്തിൽ 20-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്ന പ്രകാരമാണ്. എസെക്കിയേൽ 20:21, ജീവിക്കേണ്ടതിന് മനുഷ്യൻ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ അവർ ശ്രദ്ധിച്ചില്ല. നമ്മുടെ ഒരു വീഴ്ചയാണത്. ദൈവം നമുക്ക് വചനം തന്നിട്ടുള്ളത് നമ്മൾ ജീവിക്കണം, നമുക്ക് വിജയം ഉണ്ടാകണം, നമുക്ക് സമാധാനം ഉണ്ടാകണം, നമുക്ക് സമൃദ്ധി ഉണ്ടാകണം, അഭിവൃദ്ധി ഉണ്ടാകണം. ഇതിനു വേണ്ടിയാണ് ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവവചനത്തെ അയക്കുന്നത്. ദൈവം തൻ്റെ പ്രവാചകന്മാരെ നമ്മുടെ കാലത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ ഈ കാലഘട്ടം ദൈവം അയക്കും. വൈദികരെയോ സിസ്റ്റേഴ്സിനെയോ വചനപ്രഘോഷകരെയോ ആരിലൂടെയെങ്കിലും ദൈവം തൻ്റെ ദൂതുകൾ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കും. ജെറമ്യ പ്രവചനത്തിൽ 6-ാം അധ്യായം അതിൽ 17-ാം തിരുലിഖിതം, ഞാൻ നിനക്ക് വേണ്ടി കാവൽക്കാരെ നിയമിച്ചു, കാഹളത്തിന് ചെവി ഓർക്കുക എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ദൈവമാണ് നമുക്ക് തക്ക സമയത്ത് വചനം അയച്ചു തരുന്നത്. ഞാനും നിങ്ങളും ആ വചനം സ്വീകരിക്കണം. നമ്മുടെ കടബാധ്യത മാറാൻ, പഠനത്തിൽ സ്കൂളിലെ പരാജയങ്ങളിൽ നിന്ന് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ, നമ്മുടെ കൃഷി ഇടങ്ങളിലെ നാശങ്ങൾ മാറാൻ, വിജയം തരാൻ വേണ്ടിയാണ് ദൈവം വചനം അയക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ വിജയം വേണം,
പാപത്തോടുള്ള പോരാട്ടത്തിന് വിജയം വേണം, കുടുംബ പ്രശ്നങ്ങളിൽ നമുക്ക് വിജയം വേണം, സകലത്തിലും വിജയം ഉണ്ടാകാൻ വേണ്ടിയാണ് ദൈവവചനങ്ങൾ നമുക്കായി നൽകുന്നത്. നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം അതിൽ 9-ാമത്തെ തിരുലിഖിതം, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കാൻ നിങ്ങൾ ശ്രദ്ധ വെക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി വചനങ്ങൾ, സ്വർഗത്തിൻ്റെ വചനങ്ങൾ, വിശുദ്ധ വചനങ്ങൾ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി അയച്ചു തരുന്നത്. ഇതാ ഒരു ദൈവ പൈതലിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ടോണി സെബാസ്റ്റ്യൻ. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ലൂർദ് പള്ളി ഇടവകയാണ്. കോട്ടയം ലൂർദ് ഇടവക. ടോണി സെബാസ്റ്റ്യൻ. ഞാനൊരു ചെറിയൊരു മൊബൈൽ കട നടത്തിക്കൊണ്ടിരിക്കുക. മൊബൈൽ കട. അപ്പം എന്നെ അപേക്ഷിച്ച് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല, അല്ല തുറക്കണം. എന്നാൽ അതുപോലെ ബിസിനസ് എനിക്ക് ഞായറാഴ്ച ഭയങ്കര ബിസിനസ് കൂടി ഞായറാഴ്ച പോലും ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത ബിസിനസ്സാണ്. പള്ളി കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, എന്താ തുറക്കാത്ത ടോണി, കട തുറക്കാത്തെന്ന് ചോദിച്ച്. ഞാൻ ഒരു 10 മണിയാകുമ്പോൾ ചെല്ലും, രാത്രി 12 മണി വരെ. വാസ്തവത്തിൽ മറ്റു ദിവസങ്ങൾ കൂടുതൽ തിരക്ക് ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ച. അതാണ് പിശാചിന്റെ കെണി. തിങ്കളാഴ്ച ആകുമ്പം എനിക്ക് ബുദ്ധിമുട്ട്. ഇവർക്ക് കാർഡുകാർക്കൊക്കെ പൈസ കൊടുക്കണം, ഭയങ്കര ടൈറ്റ്, സങ്കടം വിഷമം ഒക്കെ ആവും. ഞായറാഴ്ച അർദ്ധരാത്രി വരെ ബിസിനസ്, തിങ്കളാഴ്ച ആകുമ്പോൾ ഒറ്റ പൈസ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 2010 ഞാനിവിടെ കൺവെൻഷന് പഴയ കെട്ടിടത്തിലാണ് വന്നത്. നമ്മുടെ പഴയ പാവപ്പെട്ട കുറച്ച് സിമെന്റ് ഇഷ്ടിയൊക്കെ ആയിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതിപ്പോഴും അവിടെയുണ്ട്. ഞാൻ വരുന്ന അന്ന് ബിനോയ് അച്ഛനായിരുന്നു ക്ലാസ്, ഞായറാഴ്ച ആചരണത്തെ പറ്റിയുള്ളൊരു ക്ലാസ്. അപ്പോൾ അത് ശരിക്കും എനിക്കൊരു ഫീൽ ചെയ്തത്. അപ്പം ഞാനത് കൂട്ടുകാരോടൊക്കെ ചെന്ന് പറഞ്ഞു, ഇടാ ഇങ്ങനെയൊക്കെ അച്ഛന്മാരിങ്ങനെ പറയുന്നുണ്ട്, ഞായറാഴ്ച തുറക്കണ്ട കട. അങ്ങനെ ഞാൻ പിറ്റേ മാസം വരുമ്പം എനിക്ക് ഞായറാഴ്ച ആചരണം എന്നൊരു കാസറ്റ് അച്ഛൻ്റെ ഇത് കാണിച്ചേ. ഇതിനകത്ത് യാതൊരു മയവുമില്ല. അച്ഛനാണോ സിസ്റ്ററാണെന്ന് വിചാരമില്ല. കടുപ്പമായിട്ട് പറയണ വാചന ഇത്. ഞായറാഴ്ച തുറക്കരുത്, തുറന്നാൽ നിർജ്ജനാവും, ആരും കത്തിക്കാത്തൊരു അഗ്നി നിങ്ങളുടെ ഭവനത്തെ വിഴുങ്ങും എന്നുള്ള വചനങ്ങളൊക്കെയാണ്. കേൾക്കാൻ കട്ടിയുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച ആചരണം എന്ന ഈ കാസറ്റ് പിറ്റേ ആഴ്ച കേട്ട് ഞാൻ ഈ കാസറ്റ് 3 പ്രാവശ്യം കേട്ടു. എന്നിട്ട് 1 വർഷമായിട്ട് കട തുറക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ താക്കോലുമായിട്ട് കടയിൽ ചെന്നിട്ട് കട തുറക്കാൻ മേല. അപ്പം ഞാൻ താക്കോല് മാറിപ്പോയെന്ന് നോക്കിയപ്പം സെയിം താക്കോല് തന്നെ. താക്കോല് വളഞ്ഞു പോയി. പിന്നെ ഞാൻ വീട്ടിൽ തുറന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു ഞായറാഴ്ച തുറക്കാൻ നോക്കുമ്പോൾ തുറക്കാനേ പറ്റില്ല, പിടിച്ച് താക്കോല് വളഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു പോകുന്നു. തിരിച്ച് ഞാൻ സിനിമയ്ക്ക് പോയി അന്ന് തന്നെ. എന്നാലും ശരി, സാപത്ത് ആചരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പിശാചിന്റെ കൊട്ട്. അപ്പം തിങ്കളാഴ്ച ഞാൻ 9 മണിയായപ്പം കട വന്ന് തുറന്നപ്പോൾ ഈ സെയിം താക്കോലിട്ട് തന്നെ തുറന്നു. അപ്പോൾ കുഴപ്പമില്ല. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഞായറാഴ്ച കട തുറക്കണ്ട എന്നാലോചിച്ച് ഞാൻ പിന്നെ അങ്ങനെ ഒരു 3-4 മാസം കട തുറക്കാതിരുന്നു. ഇപ്പം ഞായറാഴ്ച തുറക്കുന്നില്ല. അതിൻ്റെ ഇരട്ടി വരുമാനം ഇപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു തമ്പുരാൻ. ഹല്ലേലൂയ. മറ്റേത് ഞായറാഴ്ച കട തുറക്കുമ്പോൾ ഇഷ്ടംപോലെ ആളുകളും ഹിന്ദിക്കാരും എല്ലാവരും ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ച വരും. ഹിന്ദിക്കാരല്ല, ജോലിക്കാരെല്ലാം ഞായറാഴ്ച വന്നിട്ടാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. പൈസ എണ്ണാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ 1 രൂപയുടെ വെറ്റിക്കോടിനകത്ത് ഞാൻ വാരിക്കൊണ്ട് വരണം പൈസ. അത് ഞായറാഴ്ച ബിസിനസ് കൂടിയിട്ട് എണ്ണാൻ പറ്റില്ല. ചാക്കിലല്ല, സഞ്ചിക്കകത്താണ് പൈസ കൊണ്ടുപോകണത്. വീട്ടിൽ ചെല്ലുമ്പോൾ പിള്ളേർ തന്നെ ഇതെന്താ വെച്ചാൽ പൈസ എന്താന്നുള്ള അവർക്ക് ആകാംക്ഷ. ഇതെന്തെങ്കിലും സഞ്ചിക്കാതെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവരിങ്ങനെ കൂടിയിട്ട് എണ്ണീട്ട് തീരണില്ല, അത്രയും പണം വരും. എന്നിട്ട് അന്ന് ഞായറാഴ്ച കച്ചവടം ചെയ്തിട്ട് കടബാധ്യതയാണോ ഉയർച്ചയാണോ ഉണ്ടായത്? കടബാധ്യതയായിരുന്നു. ഇതെല്ലാം സഞ്ചിക്കാതെ കൊണ്ടുപോയിട്ടും തിങ്കളാഴ്ച ചൊവ്വാഴ്ച നമ്മൾ കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടുക. അങ്ങനെ ഇത്രയും കാലം ഞായറാഴ്ച സഞ്ചിക്കാതെ വാരി, എന്നിട്ട് കടബാധ്യത മൂക്കറ്റെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കട പൂട്ടിയത് അല്ലേ? കട ഞായറാഴ്ച ഞങ്ങൾ അടച്ച്. ഈ ലാഭം എനിക്ക് വേണ്ട, ഇനി സഞ്ചിക്കകത്ത് നിറച്ചും കൊണ്ട് എനിക്ക് എണ്ണാൻ പോലും പറ്റാത്ത അത്ര പണം ഈ ഞായറാഴ്ച കിട്ടും. വേണ്ട, കർത്താവ് പറഞ്ഞത് ഉഴവ് കാലത്തും കൊയ്ത്ത് കാലത്തും ഒരുപോലെ സാപത്ത് ആചരിക്കണം. സഞ്ചിയല്ല ചാക്കിനകത്ത് നിറച്ച് തന്നാലും വേണ്ട, അത് കർത്താവ് നിരോധിച്ച വരുമാനമാണെന്ന് മനസ്സിലായപ്പോൾ അത് പൂട്ടി. അതിനുശേഷം ഇപ്പം എങ്ങനെയുണ്ട്? 10% ഞാൻ ഡെയിലി കട അടയ്ക്കുമ്പോൾ മാറ്റി വെക്കും. എല്ലാ ദിവസവും ദശാംശം അങ്ങോട്ട് മാറ്റി വെക്കും. ആര് ഫ്രീ ആയിട്ട് തന്നാലും അവധിയൊന്നും 10% കൊടുക്കും. 10% തൊട്ടിട്ട് ഏർപ്പാട് വേണ്ടെന്ന് പറഞ്ഞ് ആ 10% അങ്ങോട്ട് മാറ്റി വെക്കും. ഇപ്പൊ കടബാധ്യതയൊക്കെ എങ്ങനെയായി? ഒന്നുമില്ല, കടബാധ്യതയൊന്നുമില്ല. നോക്കിയേ, മറ്റേത് ഞായറാഴ്ച സഞ്ചിക്കകത്ത് വാരിയിട്ടും കടബാധ്യത കൂടി വരിക.
എന്നിട്ട് ഞാൻ കട പൂട്ടി, ആ ലാഭം വേണ്ട, എനിക്ക് ആ സഞ്ചിയിലെ പണം വേണ്ട, എനിക്ക് പാവപ്പെട്ട തിങ്കൾ തൊട്ട് ശനി വരെയുള്ളത് പാവപ്പെട്ട ഉള്ള ആളുടെ പൈസ മതി എന്ന് പറഞ്ഞപ്പോൾ എന്തായി? കടബാധ്യതയെ മാറി, സമാധാനം ഉണ്ടായി. മാത്രമല്ല ഇരട്ടി കച്ചവടം മറ്റു ദിവസങ്ങളിൽ. ദൈവമേ, മോൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, CBSE. ഇന്നലെ അച്ഛൻ വിളിച്ചു പറഞ്ഞു അവന് +1 അവിടെ തന്നെ 5 പൈസ ഒന്നും കൊടുക്കണ്ട, നീ അവിടെ ഒരു നയാ പൈസ അടയ്ക്കേണ്ട, അടുത്ത +1 +2 ഒക്കെ ഫുൾ അഡ്മിഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കുക, കുട്ടീനെ ഇവിടെ പഠിപ്പിക്കാം ഇവിടെ പഠിപ്പിക്കാം എന്ന് ചോദിച്ച് അഡ്മിഷൻ കൊടുക്കുക വലിയ സ്കൂളിൽ. നോക്ക് ദൈവം നടത്തണ നടത്തിപ്പ് കണ്ട. അതാണ് യേശയ്യ 58-ാം അധ്യായം 13, 14 തിരുലിഖിതങ്ങൾ. സാപത്തിനെ ചവിട്ടി മതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. ഇറ്റ് ഈസ് സെഡ് ബൈ മീ. ഞാനാണ് ഇത് പറഞ്ഞിരിക്കണമെന്ന് കർത്താവ് അസേർട്ട് ചെയ്യാണ്. നമുക്ക് നിങ്ങളെ ഞാൻ നടത്തുമെന്നാണ് പറയണത്. ഈ ചേട്ടൻ അത് വിശ്വസിച്ച് അതേപോലെ കർത്താവ് നടത്തുക. പ്രൈസ് ദി ലോർഡ് എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. എനിക്കിഷ്ടപ്പെട്ടത് മറ്റേത് സഞ്ചിക്ക് അത് കോരിക്കൊണ്ട് വന്നിട്ട് കടബാധ്യത ഇരട്ടിക്കു, ഇങ്ങനെ റോക്കറ്റ് പോണ പോലെ കടബാധ്യത പോവുക. പക്ഷേ വചനം കേട്ടു. ഈ കാസിൻ്റെ കർത്താവും ചേട്ടന് രക്ഷയ്ക്ക് വേണ്ടി തന്നേട്ടാ. പ്രൈസ് ദി ലോർഡ്. ഇത് അല്ലേ, ഇത് കേട്ടപ്പോഴാണ് ശരിക്കും കർത്താവ് പിന്നെ താക്കോല് വളയ്ക്കുകയും ചെയ്തു. കർത്താവ് ഞായറാഴ്ച പോയി തുറക്കാവും, ഈ പണം എല്ലാം കൂടെ വരണം ഓർത്തിട്ടേ. പ്രൈസ് ദി ലോർഡ്. അർദ്ധരാത്രി വരെ കച്ചവടം. പക്ഷെ എന്നാലും ശരി, വേണ്ട, ലാഭം എനിക്ക് വേണ്ടാന്ന് കർത്താവിൻ്റെ ഇഷ്ടം ഇതെന്ന് ആ താക്കോലും കൂടെ വളഞ്ഞപ്പോൾ ഉറപ്പായി. അപ്പോൾ അത് ഞാൻ വേണ്ടാന്ന് തീരുമാനിച്ചു. അന്ന് തൊട്ട് കടബാധ്യത ഉയർച്ചയുണ്ടായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതും ദൈവ നിശ്ചയപ്രകാരം നമുക്ക് ഉയർച്ചയുണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ്. നിയമപ്രവർത്തനം 29:9 പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയുടെ വചനങ്ങൾ പാലിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിന്ന് ഈ ആരാധന ശുശ്രൂഷയിൽ ദൈവമേ അങ്ങയുടെ വചനങ്ങളെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളും അനർത്ഥങ്ങളും നീക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തുന്ന സമയത്ത് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി യേശുവേ എന്ന് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച ആയിരക്കണക്കിന് ദൈവമക്കളുടെ ജീവിതത്തിൽ തൽക്ഷണം അത്ഭുതങ്ങൾ ഉണ്ടായതായി അവർ അനേകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിമിഷം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇന്ന് സംഭവിക്കും എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. മക്കളെ, മുട്ടുമേൽ നിന്ന് 2 കരങ്ങളും ഉയർത്തി യേശുവിലേക്ക് നോക്കി ഉച്ചത്തിൽ നമുക്ക് അവിടുത്തെ പരിശുദ്ധ നാമത്തെ ആരാധിച്ച് സ്തുതിക്കാം. അവിടുത്തെ നാമത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ മക്കളുടെയും ഓരോ വേദനകളിലേക്ക് അത്ഭുതമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എന്നരികിൽ വന്നു നീ
സാന്ത്വനം പകരണേ. അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിൻ അഗ്നി. യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. അഗ്നി അഗ്നി അഭിഷേക